പാലക്കാട് MLA ഓഫീസിൽ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ. സന്ദർശനം ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായതിനു ശേഷം രാഹുലിനൊപ്പം പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളും ഓഫീസിലെത്തി. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമ്പോൾ പുറത്താക്കപ്പെട്ട രാഹുലിന് ഇപ്പോഴും പിന്തുണയുമായി കൂടെയുള്ളത് പ്രാദേശിക നേതാക്കൾ എന്ന് പറയുമ്പോൾ ബ്ലോക്ക് നേതാവ് എന്നൊക്കെ പറയുമ്പോൾ ഒരുവിധം അവിടെയൊക്കെ പരക്കെ അറിയപ്പെടുന്ന ആൾക്കാരായിരിക്കണമല്ലോ. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് ഇതുവരെ പിടിവിട്ടിട്ടില്ല രാഹുലിനെ, അല്ലേ? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കി തങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ പോലും രാഹുലിന് എല്ലാ തരത്തിലും പിന്തുണ നൽകുന്നത് ഇതേ കോൺഗ്രസ് നേതാക്കളാണെന്നുള്ളത് വീണ്ടും വീണ്ടും വ്യക്തമായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. പാലക്കാട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ലൈംഗിക പീഡന കേസുകളിൽ അറസ്റ്റിലായതിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇന്ന് പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. ആ സമയത്ത് രാഹുലിന് അവിടെ സ്വീകരിക്കാനുണ്ടായത് ബ്ലോക്ക് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ CB സതീഷും അതുപോലെ തന്നെ ബ്ലോക്ക് കോൺഗ്രസിൻ്റെ ട്രഷററായ ഹരിദാസ് മച്ചിങ്ങൽ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് രാഹുലിന് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഒരുമിച്ച് ആ MLA ഓഫീസിൽ കാണാൻ സാധിച്ചത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് ഇപ്പോഴും പിന്തുണ നൽകുന്നു എന്നുള്ളതിന് വ്യക്തമായ സൂചന തന്നെയാണത്. ഒപ്പം രാഹുൽ ഇനിയിപ്പോൾ പാലക്കാട് ഈ കണ്ണാടിയിലെ പരപ്പന എന്ന ഭാഗത്തൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. ആ പരിപാടി സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയും ഒരുപാട് കോൺഗ്രസ് നേതാക്കളാണ് രാഹുലിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നത്. അല്പസമയത്തിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പരിപാടി സ്ഥലത്തേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ്. ഏതായാലും അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് വീണ്ടും സംരക്ഷണം ഒരുക്കുന്നു, എല്ലാ തരത്തിലും പിന്തുണയുമായി രംഗത്ത് നിൽക്കുന്നു. ഇത്തരത്തിൽ ലൈംഗിക പീഡന കേസുകളിൽ അറസ്റ്റിലായി കൃത്യമായിട്ട് നേരത്തെയൊക്കെ പരാതിയുണ്ടോ എന്നായിരുന്നു ചോദിച്ചിരുന്നത്. ഒന്നല്ല രണ്ടല്ല 3 പരാതികളുണ്ടായി. ആ പരാതികളിൽ കഴമ്പുണ്ടെന്ന് കണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, കോടതി ജാമ്യം നിഷേധിക്കുന്നു. അത്തരത്തിലുള്ള നടപടികളൊക്കെ ഉണ്ടായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് ഇപ്പോഴും പിന്തുണയ്ക്കുന്നു എന്നുള്ളത് തന്നെയാണ് പാലക്കാട് നിന്ന് കാണാൻ സാധിക്കുന്നത്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പിന്തുണയ്ക്കുന്ന ഇപ്പോൾ ഈ കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ, ഈ രാഹുലിനെ പിന്തുണച്ചു വരുന്ന ആളുകളൊക്കെ രാഹുൽ തന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള ആവശ്യമൊക്കെ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയത്തിൽ ഈ കോൺഗ്രസിൻ്റെ മുഖംമൂടി അത് വീണ്ടും വീണ്ടും അഴിഞ്ഞു വീഴുന്ന സംഭവമായി മാറിയിരിക്കുകയാണ് അറസ്റ്റിന് ശേഷം. അതായത് രാഹുൽ ഇപ്പോൾ മത്സരിക്കാൻ തീരെ സാധ്യതയില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എന്ന രീതിയിൽ പ്രചാരണം നടക്കുന്നു. അവിടെ സന്ദീപ് വാര്യർ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നും രമേശ് പിഷാരടി വന്നേക്കുമെന്നുമൊക്കെ കഥകൾ ഇങ്ങനെ പരക്കുന്നുണ്ടല്ലോ. അപ്പോൾ ശരിക്കും ഈ രാഹുൽ ഇപ്പോൾ എന്തു ചെയ്യാനാണ്? രാഹുലിൻ്റെ നീക്കം എന്താണ്? ഈ പ്രാദേശിക നേതാക്കൾ പിന്തുണച്ചാൽ പരമാവധി എത്തിച്ചേരാനാവുക ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിലായിരിക്കും. അല്ലാതെ VD സതീശൻ്റെ ഒക്കെ അനുമതിയോടെ ആശീർവാദത്തോടെ മത്സരിക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ നീക്കം എന്താണ്? കൃഷ്ണരാജ്, രാഹുലിന് ഈ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ രാഹുലിനെതിരെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് പാലക്കാട്ടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ടിലെ കോൺഗ്രസിനകത്ത് നിരവധി വിഭാഗങ്ങളാണ്. അതിൽ തന്നെ രമേശ് പിഷാരടിയൊക്കെ വേണ്ട എന്ന് പറഞ്ഞും, അതുപോലെ രമേശ് പിഷാരടി വേണമെന്ന് പറഞ്ഞ് K മുരളീധരൻ വേണമെന്ന് പറഞ്ഞ് സന്ദീപ് വാര്യർ വരണമെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് പല തട്ടിലാണ് നേതാക്കൾ. അതിൽ ഒരു വിഭാഗം ആളുകൾ രാഹുലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അതേസമയം തന്നെ മറുവിഭാഗം രാഹുലിനെതിരെയും രംഗത്ത് നിൽക്കുന്ന സാഹചര്യമുണ്ട്. സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെയാണ് രാഹുലിന് പിന്തുണ ചില കോണുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, ചില കോണുകളിൽ പിന്തുണ ലഭിക്കാത്ത ഒരു സ്ഥിതി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുലിന് സ്ഥാനാർത്ഥിത്വം ലഭിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ സ്വതന്ത്രനായിട്ട് മത്സരിക്കണമെന്നുള്ള ആവശ്യം ഈ രാഹുലിനെ അനുകൂലിക്കുന്ന രാഹുൽ അനുകൂലികൾ ആവശ്യപ്പെടുന്നുണ്ട്. രാഹുൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കണമെന്നൊക്കെ. അങ്ങനെ രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കാനൊക്കെ തയ്യാറാവുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട സ്ഥിതി തന്നെയാണ് ഉള്ളത്. ശരി, ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിന് പിന്നാലെ വീണ്ടും പാലക്കാട് MLA ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. എന്താണ് നീക്കമെന്ന് കണ്ടു തന്നെ അറിയണം. ഏതായാലും കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും അനുഗമിക്കുന്നുണ്ട് മാങ്കൂട്ടത്തിലിനെ എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇരട്ടത്താപ്പിന് വേറെ തെളിവെന്തു വേണം? വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.